എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ദിഗ്വിജയം എന്ന പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിഗ്വിജയത്തിന്റെ 31ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. 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 ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. 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 വളരെ സന്തോഷം ജയേട്ട. വളരെ ഭക്തിയാദരവോടുകൂടി ഇന്നത്തെ ഈ സെഷനിലേക്ക് പൂജനീയ മാതാജിയെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ജയശങ്കര. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാക്യജ്ഞേന കൽപതാ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ശ്രീശങ്കര ഭഗവത്പാദരുടെ ജീവചരിത്രവും ദർശനങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് സനാതന ധർമ്മം അതിന്റെ യഥാർത്ഥമായ രീതിയിൽ സംരക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയംഗമമായ പ്രണാമം. ആചാര്യ ഭഗവത്പാദരുടെ സാധനാ പഞ്ചകം എന്ന
കൃതിയാണ് നാം ഇപ്പോൾ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധന എന്നത് സാധ്യത്തിലെത്തുന്നതിനുള്ള ഉപായമാണ്. സാധ്യം അനശ്വരാനന്ദമായ സ്വസ്വരൂപവുമാണ്. ഗുരു സാക്ഷാത് ബ്രഹ്മമാണ്. അഹം ബ്രഹ്മ അസ്മി എന്ന ഉപനിഷത് വാക്യവും ഏവർക്കും സുപരിചിതമാണ്. ഇതെല്ലാം പലവരു ശ്രവണം ചെയ്തിട്ടും ആവർത്തിച്ച് പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും അഹം ദേഹ, ഞാൻ ദേഹമാണ് എന്ന ബുദ്ധിയില് തുടരുന്നവർ അജ്ഞാനികളാണ് എന്നാണ് ആധ്യാത്മിക ശാസ്ത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. സകല ദുരിതങ്ങൾക്കും ഹേതു അജ്ഞാനമാണ്. സർവ ദുഃഖങ്ങൾക്കും സർവ അനർത്ഥങ്ങൾക്കും കാരണം അജ്ഞാനമാണ്. ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സാധനകൾ അനുഷ്ഠിക്കുന്നത്. സോപാന പഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സാധനാ പഞ്ചകം എന്ന ശ്ലോകങ്ങളിൽ ഓരോ ശ്ലോകത്തിലും 8 സാധനകളായി 16 സാധനകൾ നാം ശ്രവണം ചെയ്തു കഴിഞ്ഞു. 17ാമത്തെ സാധന 3ാമത്തെ ശ്ലോകത്തിൽ ആരംഭിക്കും. കഴിഞ്ഞ 2 ശ്ലോകങ്ങളും ആവർത്തിച്ച് നാം വിചാരം ചെയ്തതാണ്. 3ാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിശിര പക്ഷസമാശ്രീയതാം ദുസ്തർക്കാത് സുവിരമ്യതാം ശ്രുതിമത തർക്കോനുസന്ധീയതാം ബ്രഹ്മാസ്മീതി വിഭാവ്യതാം അഹരഹ ഗർവ പരിത്യജ്യതാം ദേഹേഹം മതിരുജ്യതാം ബുധജനൈ വാദ പരിത്യജ്യതാം വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിശിര പക്ഷസമാശ്രീയതാം. കഴിഞ്ഞ ശ്ലോകത്തില് ആദിശങ്കര ഭഗവത്പാദർ നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞു, ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം. സമ്യക്കായി നല്ലവണ്ണം ശ്രവണം ചെയ്യേണ്ടത് എന്താണ്? ശ്രുതിശിരസ് ആകുന്ന മഹാവാക്യങ്ങൾ ശ്രവണം ചെയ്യണം എന്ന് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. ആ ശ്രവണം ഏത് തരത്തിലായിരിക്കണം നിർവഹിക്കേണ്ടത് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ശ്രദ്ധയുണ്ടായിരിക്കണം. വളരെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ ഉപനിഷത്ത് പ്രതിപാദിതങ്ങളായ സത്യത്തിൽ നിഷ്കളങ്കമായ സമർപ്പണത്തോടുകൂടി ശ്രവണം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി നാം പരസ്പരം ചർച്ച ചെയ്തത്. ശ്രദ്ധയുണ്ടായിരിക്കണം. ശ്രവണം ചെയ്യുന്ന വേളയില് ചിത്തത്തിന് ഏകാഗ്രതയുണ്ടായിരിക്കണം. ശ്രവണം ചെയ്യുന്ന ആ അനിഷേധ്യമായ ആധ്യാത്മിക ശാസ്ത്ര തത്വത്തില് മഹത്വബുദ്ധി ഉണ്ടായിരിക്കണം. ആ ശാസ്ത്രത്തിന്റെ സാരം ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കണം. ദീർഘകാലം അത് ഉപാസനയായി സാധനയായി അനുഷ്ഠിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതിശിരസാകുന്ന മഹാവാക്യം ഇതേ രീതിയിൽ ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് 17ാമത്തെ സാധന കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് വാക്യാർത്ഥശ്ച വിചാര്യതാം. ഈ വാക്യങ്ങളെ
വിചാരം ചെയ്യണം. നമ്മൾ ശ്രവണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധ്യമാകുന്നത് എന്താണ്? ശ്രവണത്താൽ അജ്ഞാനത്തിന്റെ നാശം സംഭവിക്കുന്നു. ശ്രവണത്താൽ അജ്ഞാനത്തിന്റെ നാശം സംഭവിക്കുന്നുവെങ്കിൽ അപ്പോൾ തുടർന്ന് അതിന്റെ സംശയം ബാക്കി നിൽക്കും. ആ സംശയത്തിന്റെ നിവൃത്തി വരുന്നതിന് വേണ്ടി നിരന്തരം മനനം ചെയ്യും. ശ്രവണം ചെയ്ത വാക്യങ്ങളെ ആവർത്തിച്ച് പശു അയവിറക്കുന്നത് പോലെ അയവിറക്കി യുക്തി അനുഭവ സഹിതമായി ആ ശാസ്ത്ര സത്യത്തെ അന്തരംഗത്തിൽ തെളിഞ്ഞു കിട്ടുന്നതിനായി സർവ സംശയ നിവൃത്തിക്ക് വേണ്ടി മനനം ചെയ്യും. അങ്ങനെ നിരന്തരം മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഏകാഗ്രതയുടെ ഫലമായി ധ്യാനാത്മകമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ വിപരീത ഭാവന നിവൃത്തി വരും. ഈ വിപരീത ഭാവന നിവൃത്തി സാധ്യമാകുന്നത് നിധിധ്യാസത്താലാണ്. അഹം ദേഹഃ, അഹം മനഃ, ഞാൻ മനസ്സാണ്, ഞാൻ ദേഹമാണ്, ഞാൻ ബുദ്ധിയാണ് എന്നുള്ള വിപരീത ഭാവന നശിച്ച് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള അനുഭവത്തിന്റെ സഹജ സ്വരൂപ അനുഭവ നിലയിലേക്ക് എത്തുന്നതിന് വിപരീത ഭാവന നിവൃത്തി, അതായത് വിപരീത ഭാവന എന്ന് പറഞ്ഞാല് തെറ്റായ ഭാവന, ആ ഭാവന ഒഴിവായി കിട്ടും നിധിധ്യാസത്തിലൂടെ. അപ്പോൾ ശ്രവണത്താൽ അജ്ഞാന നിവൃത്തിയും മനനത്താൽ സംശയ നിവൃത്തിയും നിധിധ്യാസത്താൽ വിപരീത ഭാവന നിവൃത്തിയും സാധ്യം. ശ്രുതിശിരോ വാക്യം എന്ന് പറയുമ്പോൾ ശ്രുതി ശിരസാകുന്ന ഉപനിഷത്തുക്കളിൽ അനേകം മഹാവാക്യങ്ങളുണ്ട്. പ്രചുര പ്രചാരങ്ങളായിരിക്കുന്ന 4 മഹാവാക്യങ്ങളെ പറ്റി മാത്രമേ നമ്മൾ സാധാരണ പറയാറുള്ളൂ. പക്ഷേ അതിൽ പറയുന്ന അനേകായിരം മഹാവാക്യങ്ങളുണ്ട്. ഈ മഹാവാക്യങ്ങളൊക്കെ നിരന്തരം നിധിധ്യാസം ചെയ്ത് അതിന്റെ അനുഭവ നിലയിലേക്ക് ആ സാധന കൊണ്ട് ഒരു സാധകൻ ഉയരേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴിവിടെ വാക്യാർത്ഥശ്ച വിചാര്യതാം എന്ന് പറയുമ്പോൾ ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം, ശ്രവണം കഴിഞ്ഞു. പിന്നെ നടക്കുന്നത് വാക്യാർത്ഥശ്ച വിചാര്യതമാണ്. ആ വാക്യത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുകയാണ്. വാക്യത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണയായി എല്ലാവരും ഈ വേദാന്തം ഒക്കെ ഗൃഹസ്ഥാശ്രമികളായ നമ്മളെ കൊണ്ട് പറ്റില്ല, നാം കേൾക്കേണ്ടതല്ല, ഈ കലികാലത്തിന്റെ വൈഭവമായിരിക്കാം, അജ്ഞാനത്താൽ ക്ഷണികങ്ങളും നശ്വരങ്ങളുമായിരിക്കുന്ന അയഥാർത്ഥ വസ്തുക്കളിൽ പ്രതിപത്തി വെച്ചുകൊണ്ട് അഭിവാഞ്ച വെച്ചുകൊണ്ട് അതിനുവേണ്ടി പരക്കം പായുന്ന ജനങ്ങൾ സ്വരൂപമായിരിക്കുന്ന അനന്താനന്ദമായിരിക്കുന്ന ആത്മാവിലേക്ക് ശ്രദ്ധിക്കുന്നതേയില്ല. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ, മോഡേൺ ടെക്നോളജി, അതിന്റെ അതിപ്രസരം, കലികാലത്തിലെ പ്രക്ഷുബ്ധമായിരിക്കുന്ന മാനസിക സ്ഥിതി, ഇവയൊക്കെ തന്നെ ആത്യന്തിക സത്യമായിരിക്കുന്ന ഋഷീശ്വരന്മാർ അതീവ കാരുണ്യത്തോടുകൂടി അനുപമമായിരിക്കുന്ന ദയാവായ്പോടുകൂടി ഉപദേശിച്ചിരിക്കുന്ന ഈ വാക്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. എല്ലാവർക്കും അറിയാം, തത്വമസി എന്ന് ആചാര്യൻ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയാണ് സ്വന്തം പുത്രനായിരിക്കുന്ന ശ്വേതകേതുവിന് ഉദ്ദാലക മഹർഷി ഉപദേശിക്കുന്നത്. ചാന്തോക്യ ഉപനിഷത്തില് പുത്രനെ വിളിച്ച് 9 പ്രാവശ്യം തത്വമസി ശ്വേതകേതോ എന്ന് ഉപദേശിക്കുകയാണ്. ആ തത്വമസിയുടെ അർത്ഥം എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? അതായത് ഇതൊരു ജ്ഞാനയോഗ പ്രക്രിയയാണ്. ജ്ഞാനയോഗ പ്രക്രിയയിൽ ശ്രവണം നടത്തും, ആ ശ്രവണത്താൽ മനനം നടത്തും, മനനത്താൽ നിധിധ്യാസം നടത്തും. ഇതെവിടെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ബൃഹദാരണ്യക ഉപനിഷത്തില് യാജ്ഞവൽക്യന്റെ പത്നിയായിരിക്കുന്ന മൈത്രേയിയും തമ്മിലുള്ള ഒരു സംഭാഷണ മധ്യേ യാജ്ഞവൽക്യൻ സ്വന്തം പത്നിക്ക് ഉപദേശിക്കുന്നതാണ്. തന്റെ സർവസമ്പത്തും പകുത്തു നൽകി
താൻ ആത്മധ്യാന നിരതമായ സന്യസ്ത ജീവിതം നയിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൃഹത്തിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ പൂർണ്ണം വിനിർഗമ്യതാം എന്ന് നമ്മൾ ഒരു ഒടുങ്ങനെ പെട്ടെന്ന് അല്പം പോലും താമസിയാതെ ഈ ഗൃഹ മമത്വ ബന്ധങ്ങളിൽ നിന്നും വിടുതൽ നേടണം എന്ന് ആചാര്യൻ ഉദ്ബോധിപ്പിച്ചു. തുടർന്ന് ഇവിടെ ഈ യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോട് പറഞ്ഞപ്പോൾ വിചാരശീലയായ ബൗദ്ധിക തീഷ്ണതയുള്ള പ്രകാശാത്മകമായ ധീയുടെ ആ സാധ്യത പ്രസ്പഷ്ടമാക്കിക്കൊണ്ട് മൈത്രേയി ചോദിക്കുകയാണ്, ഇത് ഞങ്ങൾക്ക് പകത്ത് നൽകി അങ്ങ് ആത്മധ്യാനത്തിനായി പോകുമ്പോൾ ഈ സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠമാണല്ലോ അത്. ആ ശ്രേഷ്ഠമായിരിക്കുന്ന ആ സമ്പത്തിനെ കുറിച്ച് ഉദ്ബോധിപ്പിച്ചാലും എന്ന് മൈത്രേയി പറഞ്ഞപ്പോൾ മൈത്രേയിയോട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ആത്മാവാ അരേ ശ്രോതവ്യ മന്തവ്യോ നിധിധ്യാസിതവ്യ. ആത്മാവിനെ ശ്രവണം ചെയ്യണം, മനനം ചെയ്യണം, നിധിധ്യാസനം ചെയ്യണം. അപ്പൊ ഇത് ഉപനിഷത്ത് വാക്യമാണ്. അവിടെ ആ ആത്മാവിനെ ശ്രവണം ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നു, നീയാണ് സത്യം, നിന്റെ സ്വരൂപം ആത്മാവാണ്, നീ കണ്ടുകൊണ്ടിരിക്കുന്ന ജഗത്ത് മിഥ്യയാണ്. ഇതൊക്കെ എത്രയോ കാലമായി. യഥാർത്ഥത്തില് ഭാരതത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയും അന്നു മുതൽ ഇത് കൃത്യമായി ശ്രവണം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ശ്രവണം ചെയ്തിട്ടും എന്തുകൊണ്ട് അതിന്റെ മനനത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തത് എന്താണ്? ത്വം എന്താണ്? ത്വം എന്ന് പറഞ്ഞാൽ നീ, തത് എന്ന് പറഞ്ഞാൽ അത്. ഈ ത്വമ്മിലും തത്തിലും 3 അംശങ്ങളുണ്ട്. മനസ്സിലാക്കാൻ ശാസ്ത്രപ്രതിപാദിതമായിരിക്കുന്ന ഒരു സത്യത്തിന്റെ വിശകലനം ലളിതമായ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട്. തത് എന്നതിന് 3 അംശം അതിൽ അടക്കം ചെയ്തു. ഒന്നാമത്തേത് ചൈതന്യം. ചൈതന്യം തത് സ്വരൂപത്തിലുണ്ട്. ചൈതന്യം സർവത്ര പൂർണ്ണമാണ്, അത് സർവഗതമാണ്. അപ്പൊ സർവത്ര പൂർണ്ണമായിരിക്കുന്നതാണ് ചൈതന്യം. ഒന്നാമത്തെ അംശം ചൈതന്യമാണ്. രണ്ടാമത്തേത് മായ. മൂന്നാമത്തേത് മായയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തത് എന്ന പദത്തിന്റെ 3 അംശങ്ങളെ നമ്മൾ വേർതിരിച്ച് കാണുമ്പോൾ തത് എന്ന പദത്തിന്റെ ചൈതന്യാംശവും രണ്ടാമത്തേത് മായയും മൂന്നാമത്തേത് മായയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം. മായ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഏവർക്കും അറിയാം. യാ മാ സാ മായ. യാതൊരുവളാണോ ഇല്ലാത്തത് അവളാണ് മായ. ഇതെന്ത് ചേല്? ഇല്ലാത്തതിനെ പിന്നെ പ്രതിപാദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലാത്തതിനെ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ തോന്നി അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ വളരെ ഗംഭീരമായ നിർവചനം ശങ്കര ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ കൊടുത്തിട്ടുണ്ട്. മായാ പഞ്ചകം എന്ന ഒരു കൃതി തന്നെയുണ്ട്. ഇതുപോലെ വളരെ ഗംഭീരമായ അഘടിത ഘടനാപടീയസി മായ എന്ന് വളരെ വ്യക്തമായിട്ട് മായയെ വിവരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മായ എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. അപ്പോൾ ഇല്ലാത്തതായിരിക്കുന്ന ഒന്നിനെ ഉണ്ടെന്ന് തോന്നി അനുഭവിക്കുന്നു. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാല്, കയറിനെ ബ്രഹ്മമായി കണ്ടാൽ ആ ബ്രഹ്മമാകുന്ന കയറില് നാമരൂപമാകുന്ന ജഗത്ത് പാമ്പെന്ന രീതിയിൽ തോന്നി അനുഭവിക്കുന്നു. അതായത് കയറിൽ പാമ്പ് തോന്നി അനുഭവിക്കുന്നു, അതുപോലെ ബ്രഹ്മത്തിൽ ജഗത്ത് തോന്നി അനുഭവിക്കുന്നു.
അപ്പൊ ആ തോന്നി അനുഭവിക്കുന്ന ആ ചൈതന്യത്തിന്റെ മറ്റൊരംശത്തെയാണ് മായ എന്ന് പറയുന്നത്. അതിന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇത് വിശദീകരിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. മൂന്നാമത്തെ അംശം എന്ന് പറയുന്നത് മായയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം. അപ്പോൾ ഈ തത് എന്ന പദം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ചൈതന്യം, മായ, മായയിൽ പ്രതിബിംബിതമായിരിക്കുന്ന ചൈതന്യം, ഇത് മൂന്നും ചേർന്നാൽ അതിനെ ഈശ്വരൻ എന്ന് പറയും. ഈ മായയാണ് ഉപാദാന കാരണം. മായ എന്ന ഉപാദാന കാരണത്താൽ മായയിൽ പ്രതിഫലിക്കുന്ന ചൈതന്യം നിമിത്തം ഇത് മൂന്നും കൂടി ചേർന്ന് ഈശ്വരൻ എന്നത് പ്രകടിതമാകുന്നു. അതുകൊണ്ട് ആ പ്രകടിതമായിരിക്കുന്ന ഈശ്വരനെയാണ് തത് എന്ന പദം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ തത് ഇതിന്റെ വാച്യാർത്ഥമാണ് നാം പറയുന്നത്, ലക്ഷ്യാർത്ഥമല്ല. തത് എന്ന പദത്തിന്റെ വാച്യാർത്ഥം, അതിനെ ഈശ്വരൻ എന്ന പദം കൊണ്ട് ലക്ഷ്യമാക്കും. അങ്ങനെയെങ്കിൽ ത്വം എന്ന പദത്തിനും 3 അംശമാണ്. ഒന്നാമത്തേത് ചൈതന്യം, രണ്ടാമത്തേത് അവിദ്യ, മൂന്നാമത്തേത് അവിദ്യയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം. ഓരോ വ്യക്തിയിലും അജ്ഞാന രൂപേണ, അന്ധകാര രൂപേണ, ഇരുട്ടെന്ന രീതിയിൽ നിലനിൽക്കുന്ന ആ കാരണമറയെ നമ്മൾ അവിദ്യ എന്ന് വിളിക്കുമെങ്കിൽ ആ അവിദ്യയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യമാണ് ഏത്? നിമിത്ത കാരണം. ആ നിമിത്തത്താൽ ഉപാദാനമായിരിക്കുന്ന അവിദ്യയോട് കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? ഞാൻ ത്വം പദം ഉണ്ടാകുന്നു. അപ്പൊ ത്വം പദം എന്ന് പറഞ്ഞാൽ നീ. ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും നീ എന്ന് അഭിസംബോധന ചെയ്താൽ ആ നീ എന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നാം ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. അത് നീ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാം ആ നീയെ വാച്യാർത്ഥത്തില് മനസ്സിലാക്കിയാല് നമ്മൾ ദേഹത്തോട് ചേർന്നിരിക്കുന്ന ഞാനിനെയാണ് നീ എന്ന് മനസ്സിലാക്കുന്നത്. ആ ദേഹത്തോട് ചേർന്നിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് മായയുടെ വൈഭവത്താൽ നാമരൂപാത്മകമായി ജഗത്ത് അഭിവ്യക്തമാകുന്നത് പോലെ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന അവിദ്യയുടെ കാരണത്താൽ ചൈതന്യ സംബന്ധമായി ആ അവിദ്യയിൽ പ്രതിഫലിക്കുന്ന ചൈതന്യം കൂടി ചേർന്ന് ഞാൻ എന്ന പദം അഥവാ ഞാൻ എന്ന അനുഭവം ഒരാളിൽ നിഷ്പന്നമാകും. അപ്പോൾ യഥാർത്ഥത്തില് ഈ ശരീരത്തിന് ചൈതന്യം ഉണ്ടോ? ഇല്ല. ശരീരത്തിന് ചൈതന്യം ഇല്ല. അപ്പൊ നമ്മളോട് ഓരോരുത്തരോടും നീ ആര് എന്ന് ചോദിച്ചാൽ നമ്മളുടെ പേരാണ് നമ്മൾ ഓരോരുത്തരും ചേർന്ന് പറയുന്നത്. ആ പേരെന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിന് കൊടുത്തിരിക്കുന്നതാണ്. ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് നമ്മളുടെ മനസ്സും ബുദ്ധിയും അംഗീകരിച്ച് ഞാൻ ഇന്ന ആളാണ് എന്ന് ജഡമതിയായി ദേഹത്തില് അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരാളെ നീ എന്ന് അഭിസംബോധന ചെയ്യും. ഈ നീയാണോ യഥാർത്ഥത്തിൽ തത് എന്ന് ലക്ഷ്യമാക്കുന്ന ആ ഈശ്വരൻ എന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഓരോരുത്തരിലും നീ നീ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മള് കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ കാണുമ്പോൾ കണ്ണാണോ വസ്തുവിനെ കാണുന്നത്? അല്ല. കണ്ണ് സ്വതവേ ജഡമാണ്. കണ്ണ് പ്രവർത്തിക്കുന്നതിന് കാരണമായി കണ്ണിന്റെ പിന്നില് മനസ്സുണ്ട്. മനസ്സ് സ്വതവേ പ്രവർത്തിക്കുമോ? ഇല്ല. മനസ്സ് പ്രവർത്തിക്കുന്നതിന് പ്രകാശമരളിക്കുണ്ട്. അതിന്റെ പിന്നിൽ ബുദ്ധിയുണ്ട്. ബുദ്ധി സ്വയമേവ പ്രവർത്തിക്കുമോ? ഇല്ല. ബുദ്ധി പ്രവർത്തിക്കുന്നതിന് കാരണമായി അതിന്റെ പിന്നിൽ ഞാൻ എന്ന ചൈതന്യാത്മകമായ ഒരു സ്ഫുരണമുണ്ട്. ഞാൻ എന്ന ശബ്ദം സ്വയമേവ
അങ്ങനെ നിലനിൽക്കുമോ? ഇല്ല. ആ ഞാനെന്ന ബോധത്തെയും പ്രകാശാത്മകമാക്കിക്കൊണ്ട് അന്തരംഗത്തിൽ ഞാൻ എന്ന ബോധം ശബ്ദരഹിതമായി നിറഞ്ഞു വിരാജിക്കുന്നുണ്ട്. ആ പ്രകാശാത്മകമായ ചൈതന്യം തന്നെയാണ് ഞാനെന്ന ബോധത്തിലൂടെ, ബുദ്ധിയിലൂടെ, മനസ്സിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ ബഹിർഗമിച്ച് ഈ ജഗത്തിനെ അനുഭവിക്കുന്നത്. അപ്പോൾ ഞാനെന്ന ശബ്ദത്തിന് മുമ്പേ ഉള്ള ആ ചൈതന്യം തത് എന്ന വാച്യാർത്ഥത്തിന്റെ അർത്ഥത്തില് 3 അംശമുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് ചൈതന്യമാണ്. ത്വമ്മിലും ഒന്നാമത്തേത് ചൈതന്യമാണ്. അപ്പോൾ ഈ ചൈതന്യം രണ്ടിലും ഒരുപോലെയുണ്ട്. ആ രണ്ടിലും ഒരുപോലെ ഇരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത്, ചൈതന്യത്തിന്റെ ലക്ഷണം ചൈതന്യം സർവഗതം പൂർണ്ണം. ചൈതന്യം പൂർണ്ണമാണ്, സർവഗതമാണ്. അപ്പൊ സർവഗതമായിരിക്കുന്ന, പൂർണ്ണമായിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ത്വം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കിയത്. അപ്പൊ ആ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു വിളങ്ങുന്ന ചൈതന്യമായിരിക്കുന്ന നീ. പിന്നെ ഈ ജഗത്തായി കാണുന്നതോ കയറില് പാമ്പ് തോന്നി അനുഭവിച്ചതുപോലെ ബോധമാകുന്ന സർവത്ര നൈരന്തര്യമായിരിക്കുന്ന അനന്ത ചൈതന്യത്തിൽ മായയിൽ പ്രതിഫലിച്ച ചൈതന്യത്താൽ, എങ്ങനെ? മനസ്സിൽ പ്രതിഫലിച്ച ചൈതന്യത്താൽ പരിമിത ദൃശ്യാനുഭവം ഉണ്ടാകുന്നത് പോലെ, മനസ്സ് ഞാനാണെന്ന് ധരിച്ചതുപോലെ, ദേഹം ഞാനാണെന്ന് ധരിച്ചതുപോലെ. എങ്ങനെ? ഈ ദേഹത്തില് ചൈതന്യം കലർന്നില്ല എങ്കിൽ ദേഹത്തിന് സ്വതന്ത്രമായി അനുഭവമില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു നായ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോഴതാ ഒരു ടിപ്പർ ലോറി വന്ന് ആ നായയെ ഇടിച്ചു വീഴ്ത്തി. നായയുടെ ശരീരം ഛിന്ന ഭിന്നമായി. ആ ഛിന്ന ഭിന്നമായ ശരീരത്തിൽ നായയുണ്ടോ? നായയില്ല. ആ ഛിന്ന ഭിന്നമായ ശരീരം നായയാണോ? അല്ല. നായയുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് പോയി. ആ പുറത്തേക്ക് പോയത് നായയാണ്. ആ പുറത്തേക്ക് പോയതിനെ ജീവൻ എന്ന് പറയാം. ആ ജീവൻ സൂക്ഷ്മ ശരീരത്തോടും കാരണ ശരീരത്തോടും ചേർന്ന് നിൽക്കുന്നു. ആ ചേർന്ന് നിൽക്കുന്ന സൂക്ഷ്മ ശരീരത്തെയും കാരണ ശരീരത്തെയും പ്രകാശാത്മകമായി ആക്കുന്ന ഒരു ചൈതന്യം അതിന്റെ പിന്നിലുണ്ട്. ആ ചൈതന്യമാണ് ത്വം തത് എന്ന 2 പദങ്ങൾ കൊണ്ടും ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞേ, ത്വം തത് അസി എന്ന് പറയുമ്പോൾ ആ തത്സ്വരൂപമായിരിക്കുന്ന സർവത്ര നിറഞ്ഞു വിളങ്ങുന്ന ചൈതന്യം മായയോ നിന്നിൽ അജ്ഞാനത്താൽ തോന്നുന്ന മനസ്സോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ശരീരമോ അല്ല. ഇവയൊക്കെ പ്രകാശാത്മകമാക്കുന്നത് കൊണ്ട് നിനക്ക് അവ പ്രകാശം ഉള്ളതായി തോന്നുകയാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. ശ്രദ്ധിച്ച് ശ്രവണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധയോട് കേട്ടിട്ട് ആവർത്തിച്ച് മനനം ചെയ്തു പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരു സിനിമ സ്ക്രീനില് കഥാപാത്രങ്ങൾ ആയിരിക്കുക. മോഹൻലാലും മമ്മൂട്ടിയും പാർവതിയും ശോഭനയും ദിവ്യയും മഞ്ജരിയും ആരൊക്കെയോ അറിയില്ല, ഏതൊക്കെയോ നടിമാരിങ്ങനെ വന്നു പോയി കൊണ്ടിരിക്കുന്നു. അതിൽ ഏതാണ് സത്യം? കാണുന്ന നമ്മളാണോ സത്യം? അതോ അതിൽ വന്നു പോകുന്ന അഭിനേത്രികളാണോ, അഭിനയിക്കുന്നവരാണോ സത്യം? അതിൽ വന്നു പോകുന്ന അഭിനേതാക്കൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ഉള്ളതാരാണ്? അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ കഥയുടെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള സുഖങ്ങളിലും ദുഃഖങ്ങളിലും പെടുന്നത് നാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കഥാനായകൻ വളരെ ദുഷ്കരമായ, കരകയറാൻ കഴിയാത്ത ഒരനുഭവത്തിലേക്ക് ചെന്നുപെടുന്നു. അദ്ദേഹത്തിന്റെ ദുർവിധിയോർത്ത് അദ്ദേഹം വിലപിക്കുന്നത് കാണുമ്പോൾ നാമും വിലപിക്കുന്നു. യഥാർത്ഥത്തിൽ
നാം യഥാർത്ഥ ഉണ്മയാണ്, ഉള്ളതാണ്. ഉള്ളതായിരിക്കുന്ന നാം ഇല്ലാത്തതായിരിക്കുന്ന കഥാപാത്രങ്ങളോട് കൂടി ചേർന്ന് അതുമായി സാത്മീകരിച്ചിട്ട് നാം ദുഃഖിക്കുന്നു. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ദുഃഖിക്കുന്നത് ആരാണ്? ദ്രവ്യം അയഥാർത്ഥമാണ്, ചേതന ഉള്ളതാണ്, ബോധം ഉള്ളതാണ്. ഉള്ളത് ഇല്ലാത്തതുമായി ചേരുമ്പോൾ എങ്ങനെ? ഇല്ലാത്തതായിരിക്കുന്ന ദേഹവുമായി ചേർന്നിട്ട്, ജഡമായിരിക്കുന്ന മനസ്സുമായി ചേർന്നിട്ട്, വളരെ ശ്രദ്ധയോടെ ശ്രവണം ചെയ്താൽ, ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്താൽ, സ്നേഹസ്വരൂപികളായിരിക്കുന്ന ഭക്തജനങ്ങളെ, നിങ്ങൾക്ക് ആത്യന്തികമായിരിക്കുന്ന ആനന്ദത്തിന്റെ ഉറവിടം ഇപ്പോൾ തന്നെ അനുഭൂതമാകും. അതായത് സഹജ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് ആനന്ദമാണ്. ആ ആനന്ദമായിരിക്കുന്ന ആത്മാവ് ഇല്ലാത്തതായ അയഥാർത്ഥമായിരിക്കുന്ന തോന്നുന്ന ഈ ജഡപ്രപഞ്ചത്തിലെ ഓരോന്നിനോടും, അതായത് അവിദ്യയാൽ പ്രതിഫലിക്കുന്ന നിഴലുകളോട് ഓരോന്നിനോടും ചേരുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. എങ്ങനെ? കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഉള്ളവനായിരിക്കുന്ന ആ ആൾ അയഥാർത്ഥമായിരിക്കുന്ന ചിത്രങ്ങളോട് കൂടി ചേർന്ന് അതില് താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഇരുന്ന് കരയുന്നത് പോലെ, ഉത്കണ്ഠപ്പെടുന്നത് പോലെ, ഭയപ്പെടുന്നത് പോലെ ബോധം, ഉണ്മ, സഹജമായിരിക്കുന്ന ആനന്ദം മനസ്സുമായി ചേരുന്നു. മനസ്സുമായി ചേർന്ന് ആ ദുഃഖം തനിക്ക് വന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. മനസ്സെങ്ങനെയാണ് അഭിവ്യക്തമാകുന്നത്? അനേക ജന്മ കർമ്മ വാസന ബലത്താൽ. ഇത്രയും കാലം കേട്ടു, കുഞ്ഞെ ഈ ജഡം നീയല്ല, അല്ലേ? ഈ ജഡം നീയല്ല, മാംസപിണ്ഡം, അസ്ഥി, മജ്ജ, മലം, മൂത്രം ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന ഈ ദേഹത്തെ ബോധത്തിൽ നിന്നും വേർതിരിച്ച് കണ്ടിട്ട് സർവത്ര പൂർണ്ണമായിരിക്കുന്ന ചൈതന്യത്തിന്റെ ആ വ്യാപകത്വ നിലയെ സഹജ സ്വരൂപമായി അറിഞ്ഞനുഭവിച്ചുകൊണ്ട് അത് അനന്യമായിരിക്കുന്ന ആത്മാവാണ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ നിഴലായി തോന്നുന്ന ഈ ജഡശരീരം അസത്യമാണ് എന്നറിയുക. ചിന്ത അസത്യമാണ്, ചിന്ത വസ്തുവല്ല, ചിന്ത ഞാനല്ല. ചിന്തയാൽ ഉദ്ഭൂതമാകുന്ന ഉദയമാകുന്ന വികാരങ്ങളും വിചാരങ്ങളും ഞാനല്ല. എന്റെ ചിന്ത ഞാനല്ല. ബോധം ചിന്തയെ പ്രകാശിപ്പിക്കുന്നു. ചിന്ത ഉണ്ട് എന്നറിയുന്നത് അത് പ്രകാശിക്കുന്നതിനാലാണ്. ആ ചിന്ത പ്രകാശിക്കുന്നു എന്ന് തോന്നുമ്പോഴും ചിന്തയിലെ പ്രകാശത്തെ ആരും അറിയുന്നില്ല. ചിന്തയിലെ പ്രകാശത്തെ ആരും അറിയുന്നില്ല, ചിന്തയെ മാത്രം കാണുന്നു. ഇപ്പോൾ ഓരോരുത്തരും ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഓരോന്നിനെയും ദർശിക്കുമ്പോൾ ആ ദർശിക്കുന്ന വസ്തുക്കളെ, ഇപ്പൊ നമ്മളുടെ ശരീരത്തെ നാം കാണുന്നു. ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തെ കാണാത്തതുപോലെ ചിന്തയെ നാം അറിയുന്നത് ചിന്ത പ്രകാശിക്കുന്നത് കൊണ്ടാണ്. ശരീരത്തെ നാം കാണുന്നത് ശരീരം പ്രകാശിക്കുന്നത് കൊണ്ടാണ്. ഉദാഹരണമായി ഈ വിരൽ ഇങ്ങനെ വെച്ചാല് നിങ്ങൾ എന്ത് കാണുന്നു? കൈപ്പത്തി കാണുന്നു. അപ്പൊ കൈപ്പത്തി കാണുന്നു എന്ന് പറയുമ്പോൾ ഈ കൈപ്പത്തി എടുത്തു മാറ്റിയാൽ നിങ്ങൾ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല എന്ന് പറയാം അവിടെ, അല്ലേ? ഇപ്പോൾ ഇവിടെ കൈപ്പത്തി ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്ത് കാണുന്നു? കൈപ്പത്തി കാണുന്നില്ല. പക്ഷേ കൈപ്പത്തിയെ പ്രകാശിപ്പിച്ചിരുന്ന പ്രകാശം അവിടെ ഉണ്ടല്ലോ. ആ പ്രകാശത്തെ കാണുന്നുണ്ടോ? ആ പ്രകാശത്തെ കാണുന്നുണ്ടോ? സൂക്ഷ്മമാണ്, എന്നാൽ ലളിതമാണ്. ലളിതമാണ്. ഇതുപോലെ ബോധത്തെ, സ്വരൂപത്തെ, അനന്തപ്രകാശത്തെ, ചൈതന്യത്തെ
നാം വേർതിരിച്ച് കാണുന്ന രീതിക്കാണ് മനനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്ത് ത്വംപദം കൊണ്ട് ലക്ഷ്യമാക്കുന്ന ചൈതന്യത്തെ ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തത്സ്വരൂപത്തിന്റെ ചൈതന്യ അംശമായി കണ്ട് രണ്ട് ചൈതന്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വാക്യാർത്ഥത്തെ വിചാരം ചെയ്ത് അനുഭവിക്കണം. വാക്യാർത്ഥ വിചാര്യത, ആ വാക്യാർത്ഥത്തെ നന്നായി വിചാരം ചെയ്ത് അനുഭവിക്കണം. പിന്നെയോ ശ്രുതിശിര പക്ഷ സമാശ്രീയത, ശ്രുതിശിരസ് ഉപനിഷത്തിന്റെ പക്ഷത്തെ സമ്യക്കായി ആശ്രയിക്കണം. ഇപ്പോൾ നമ്മൾ ഏതിനെയാണ് സമാശ്രയിച്ചിരിക്കുന്നത്? സാധകനാണോ, അജ്ഞാനിയാണോ, വിവേകിയാണോ എന്ന് സ്വയം ചോദിക്കണം. എത്ര കാലം ഈ ഇരുട്ടിൽ തപ്പിത്തടയാനാണ് ഭാവം? അജ്ഞാന അന്ധകാരമാകുന്ന ഈ സംസാര കൂപത്തില് ഇനിയും കിടന്ന് വലയണമോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് വിവേകസഹിതമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി ശ്രുതി ശിരസിനെ തന്നെ സമ്യക്കായി ആശ്രയിക്കണം. എന്നിട്ടോ ദുസ്തർക്കാത് സുവിരമ്യത, ഒരിക്കലും ദുസ്തർക്കത്തില്, ആവശ്യമില്ലാത്ത അനാവശ്യമായ തർക്കത്തില് ഏർപ്പെടരുത്. തർക്കത്തിന് പ്രത്യേകതയുണ്ട്. തർക്കം എങ്ങനെയാണ്? പണ്ട് കാലത്ത് വാദം ഉണ്ടായിരുന്നു, തർക്കം ഉണ്ടായിരുന്നു. തർക്കം ഒരു ഗംഭീരമായ ശാസ്ത്രമാണ്. അത് പഠിക്കുന്നവർക്ക് വളരെയധികം താല്പര്യം തോന്നും, ബുദ്ധിക്ക് വളരെ തൃപ്തി തോന്നുന്ന ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് ഈ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഗുരുവാണിക്ക്, വേദവാണിക്ക് വിരുദ്ധമായതിനെ ഒരിക്കലും സമാശ്ലേഷിക്കരുത്. അലൗകിക വിഷയേ വേദാഹ പ്രമാണാഹ, ഈ വിഷയങ്ങളിൽ വേദം നമുക്ക് പ്രമാണമായിരിക്കണം. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി വേദങ്ങളെ തന്നെ സമാശ്രയിച്ചിട്ട് ദുർമതികളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. യാതൊരു പ്രയോജനവുമില്ല. കാരണം എന്തെന്നറിയോ? തേനീച്ച സാധാരണ ഈച്ചകളോട് തേനിന്റെ മഹത്വം പറഞ്ഞ് വാദത്തിൽ ഏർപ്പെടുമോ? ഒരിക്കലുമില്ല. അതുപോലെ സദ്ബുദ്ധികളായിട്ടുള്ള വിദ്വാൻമാർ ഒരിക്കലും ദുർമതികളുമായി വാദത്തിൽ ഏർപ്പെടില്ല. അവർ ഏതൊക്കെ തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അവർ അതിൽ നിന്ന് പിന്തിരിയും. കാരണം ഒരിക്കലും അത് അവർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നുകിൽ അത് നിറഞ്ഞ പാത്രമായിരിക്കും, അല്ലെങ്കിൽ അത് കമഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രമായിരിക്കും. നിറഞ്ഞ പാത്രത്തിലേക്കോ കമഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കോ മൂല്യമേറിയ ഔഷധം ഒഴിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതുപോലെ നമ്മളുടെ വാക്കുകൾ എവിടെ നിക്ഷേപിക്കുന്നു എന്ന് വിവേകമുള്ളവരാണ് സജ്ജനങ്ങൾ. അതുകൊണ്ട് സജ്ജനങ്ങളായിട്ടുള്ളവർ ദുസ്തർക്കത്തിൽ നിന്ന് വിരാമം നേടിയിരിക്കണം, അറുതി വരുത്തിയിരിക്കണം. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ആൾക്കാരുമായിട്ട്, ദുർമതികളുമായിട്ട് വാദത്തിൽ ഏർപ്പെടാൻ പോകരുത്. പിന്നെയോ ശ്രുതിമതസ്തർക്കോനുസന്ധീയത, ശ്രുതി എങ്ങനെയാണോ ഇതിനെ പ്രതിപാദിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാം. ആ തർക്കം എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് ശങ്കര ഭഗവത്പാദർ വാദത്തിൽ ഏർപ്പെട്ടിട്ടില്ലേ? അത് ഒരാള് പറയുന്നത് കുറച്ചു സമയം നിർത്തിവെച്ചിട്ട് വളരെ സശ്രദ്ധം ശ്രവണം ചെയ്ത് അതിന് വിരുദ്ധമായ വല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ഉന്നയിച്ച് അതിന് പ്രത്യേക സഭകൾ ചേർന്ന് അങ്ങനെയാണ് വാദങ്ങളൊക്കെ നടത്തിയിരുന്നത്. അതേ രീതിയിൽ വേണം നാം ശ്രുതിക്കനുസരിച്ച് തർക്കം നടത്തേണ്ടത്. അല്ലാതെ ജയിക്കുന്നതിന് വേണ്ടി, വാദിക്കുന്നതിന് വേണ്ടി ഒരിക്കലും തർക്കത്തിൽ ഏർപ്പെടരുത്. എല്ലാവിധ മത്സരഭാവങ്ങളും അസ്തമിച്ചവർക്ക് മാത്രമേ ഈ ശരിയായ പാതയിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തില് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാദത്തിൽ ഏർപ്പെടുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്തിനാണ് സംസാരിക്കുന്നത് എന്നൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വിവേകം ചെയ്തതിനു ശേഷം മാത്രമേ സംസാരത്തിൽ ഏർപ്പെടാവൂ. വിവേകികളായിട്ടുള്ള സജ്ജനങ്ങൾ
ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ആരുമായും അങ്ങനെ സംഭാഷണം ചെയ്യാറില്ല. സാധനാ നിരതരായിട്ടുള്ളവർക്ക് മാത്രം അവർ ജ്ഞാനപിപാസയുള്ളവരാണ് എന്ന് കാണുമ്പോൾ മാത്രം ഉപദേശം നൽകുന്നതായിട്ടാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? ശ്രുതിക്ക് അനുസൃതമായിട്ടുള്ള തർക്കങ്ങളിൽ മാത്രം ഏർപ്പെടാം. പിന്നെയോ ബ്രഹ്മാസ്മീതി വിഭാവ്യത. എങ്ങനെ വിഭാവന ചെയ്യണം? അഹം ബ്രഹ്മ അസ്മി ഇത് വിഭാവ്യതാം, വിശേഷണ ഭാവന ചെയ്യണം. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞാല് ഞാൻ ആ ബോധമാണ്, ഞാൻ ആ ചൈതന്യമാണ്, ഞാൻ അനന്തമായിരിക്കുന്ന ആ പരംപൊരുളാണ് എന്ന് നിരന്തരം ഭാവന ചെയ്യണം. പക്ഷെ ഈ ഭാവനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ അറിയാതെ വഴുതി വീണ് സംസാര ബന്ധത്തിലേക്ക്, സംസാര സംഘത്തിലേക്ക് പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതോ ദൃഢഭൂമി എന്ന് പറഞ്ഞത്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കാര്യം നോക്കുക. നമുക്കറിയാം വാട്ടർ സപ്ലൈ നിന്നു, വാഷ് ബേസിന്റെ അടുത്ത് ടാപ്പിൽ വെള്ളം വരുന്നില്ല. ടാപ്പിൽ വെള്ളം വരുന്നില്ല എന്നറിഞ്ഞ് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വെച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞ് കൈ കഴുകാൻ ചെല്ലുമ്പോൾ വെള്ളവും ബക്കറ്റും കൊണ്ടുവച്ചത് നമ്മളാണെങ്കിൽ പോലും അറിയാതെ ടാപ്പ് തുറക്കും. എങ്ങനെ? അത് നമ്മളുടെ ശീലമായി പോയി, അത് നമ്മളുടെ സ്വഭാവമായി പോയി. വീണ്ടും മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കൈ കഴുകും. പിന്നെയോ അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ അവിടെ ബക്കറ്റും മഗ്ഗും ഇരിക്കുന്നത് മറന്നുപോയിട്ട് വീണ്ടും എന്ത് ചെയ്യും? ടാപ്പ് തുറക്കും. ഇതെന്ന് പറയുന്നത് സഹജമായി താൻ സ്വാംശീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു ശീലത്തിൽ നിന്നും മോചനം നേടാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെയാണ് നമ്മള് ദേഹബുദ്ധിയിൽ ബദ്ധരായി ജീവിതം നയിക്കുന്നത്. ബ്രഹ്മാസ്മീതി വിഭാവ്യത. അതുകൊണ്ട് എന്ത് ചെയ്യണം? അഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മമാണ് എന്ന് ബോധിക്കുന്ന ഒരു വിവേകിയെ സംബന്ധിച്ച്, വിരാഗിയെ സംബന്ധിച്ച്, മുമുക്ഷുവിനെ സംബന്ധിച്ച്, ജ്ഞാനിയെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള വാഞ്ചയും ഉണ്ടായിരിക്കില്ല. ഇതാണ് അവരുടെ പ്രത്യേകത. അവർ പ്രവർത്തിക്കുന്നത് കാണാം, അവർ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കാണാം. അവർക്ക് ആദരവ് വേണ്ട, അംഗീകാരം വേണ്ട, നേടാനില്ല, കൈവിടാനില്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് ഉള്ളിന്റെ ഉള്ളില് ഒരു കാര്യം അറിയാം. അവര് വേദാന്ത വാക്യത്തിൽ രമിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ച്, ഒരു മുമുക്ഷുവിനെ സംബന്ധിച്ച് പോലും അങ്ങനെയാണ്. പിന്നല്ലേ അഹം ബ്രഹ്മ അസ്മി എന്ന അനുഭവം സഹജനിലയായി എത്തിയിരിക്കുന്നവർക്ക് യാതൊരുവിധ വാഞ്ചകളും ഇല്ലാതെ നിരന്തരം ഓരോ ശ്വാസത്തിലും അത് ആ ഭാവന ചേർന്ന് നിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സാധനയായിട്ട് ആചാര്യ ഭഗവത്പാദർ കൃപാപൂർവം കാരുണ്യത്താല് ഓരോരുത്തരോടും പറയുകയാണ്, ശങ്കര ഭഗവത്പാദരുടെ ഭക്തരായിരിക്കുന്ന നാം ഓരോരുത്തരും, ശിഷ്യരായിരിക്കുന്ന നാം ഓരോരുത്തരും അര നിമിഷം പോലും കളയാതെ ഈ ഭാവന ഉള്ളേ വെച്ചു പുലർത്തുന്നു എന്ന് ശ്രദ്ധയുള്ളവരായിരിക്കണം. ഞാൻ ദേഹമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചാലുണ്ടാകുന്ന കഷ്ടപ്പാടുകള്, ബുദ്ധിമുട്ടുകള് ഏകാന്തത്തിലിരുന്ന് വിചിന്തനം ചെയ്ത് ഇനിയും ഒരു ദേഹ സ്വീകാര്യം ഉണ്ടായാൽ അത് ഏത് തരത്തിലായിരിക്കും എന്ന് ചിന്തിച്ചുറപ്പിച്ച് തന്റെ വാസന ബലത്തിന്റെ ആ കാഠിന്യം ഏത് തരത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് വിശകലനം ചെയ്ത് വാസനയെ ഇല്ലാതാക്കി ശ്രുതിശിരോവാക്യത്തെ സമ്യക്കായി ശ്രവണം ചെയ്ത് ആ വാക്യത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്ത് ആ വിചാരത്തിന്റെ ഫലമായിട്ട് ശ്രുതി ശിരസിനെ സമാശ്ലേഷിച്ച് പിന്നെ എന്തു വേണം? ദുസ്തർക്കത്തിൽ നിന്ന് മാറി ശ്രുതി പാദങ്ങളിൽ ഏർപ്പെട്ട് ബ്രഹ്മാസ്മി എന്ന് നിരന്തരം വിഭാവന ചെയ്തുകൊണ്ട് ജീവിക്കണം. എന്നിട്ടോ അഹരഹ ഇങ്ങനെ ജീവിക്കുമ്പോൾ തന്റെ ബുദ്ധിക്ക് തേജസ് വരും, തന്റെ പ്രതിഭയ്ക്ക് തേജസ് വരും. കാരണം അവിടെ
പ്രയോഗിക്കുന്നത് താനല്ല. അവിടെ അനന്തമായിരിക്കുന്ന ആത്മാവിന്റെ വൈഭവമാണ് തന്റെ മനോബുദ്ധീന്ദ്രിയാദികളിൽ കൂടി പ്രകടമാകുന്നത് എന്നുള്ളത് കൊണ്ട് ആ ജ്ഞാനത്തിന്റെ ദാർഢ്യവും ഒരു തരത്തിലുള്ള ഗർവ് ഉണ്ടാക്കാൻ കാരണമുണ്ട്. പലരിലും ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള വേദാന്ത ജ്ഞാനം ശ്രവണം ചെയ്ത് മനനം ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരൊക്കെ നിസാരരല്ലേ എന്ന് തോന്നുന്ന അജ്ഞാനജന്യമായിരിക്കുന്ന ഭാവന ഒരു കാരണവശാലും വരാതിരിക്കാൻ, അല്ലെങ്കിൽ വേദാന്തജ്ഞാനത്തിന്റെ ആ പാണ്ഡിത്യ ഗർവ് വരാതിരിക്കാൻ ആചാര്യൻ ഓർമ്മിപ്പിക്കുകയാണ്, കുഞ്ഞേ അഹരഹ, വീണ്ടും വീണ്ടും അഹഹ അഹഹ, വീണ്ടും വീണ്ടും ഗർവപരിത്യജ്യത. ഗർവ് പാടില്ല, ഒന്നിലും ഗർവ് പാടില്ല. ഞാൻ എന്ന ആ ഭാവത്തിന്റെ ആ ഒരു ജൃംഭണം ഒരു തരത്തിലും ഒരാൾക്കും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് ആചാര്യ ഭഗവത്പാദർ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ടോ ദേഹേ അഹം മതി ഉജ്യത, ഞാൻ ദേഹമാണ് എന്നുള്ള ബുദ്ധി ഒരു കാരണവശാലും നിലനിൽക്കരുത്. നമ്മൾ നേരത്തെ ആ ടാപ്പിന്റെ ഉദാഹരണം പറഞ്ഞില്ലേ, ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതൊക്കെ ഈ ശരീരം ഞാനാണെന്ന് വെച്ചോണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഒരിക്കലുമില്ല. ഞാൻ ശരീരമാണ് എന്നുള്ള ബോധം എത്ര കാലം നിലനിൽക്കുന്നുവോ അത്ര കാലം ആനന്ദ സ്വരൂപമാണ് എന്നുള്ളത് ഒരാൾക്കും ബോധ്യമാവില്ല. എങ്ങനെ ബോധത്തെ അഥവാ ചൈതന്യത്തെ ജഡത്തിൽ നിന്നും വേർതിരിച്ച് കാണുന്നതിനുള്ള അന്തർജ്ഞാന പ്രതിഭ, അന്തർജ്ഞാന ശോഭ ഏതൊരു സാധകന്റെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കപ്പെട്ടുവോ, ആ അനശ്വരാനന്ദ സ്വരൂപമായിരിക്കുന്ന ഗുരുവിന്റെ കടാക്ഷത്താൽ, സത്യസ്വരൂപമായിരിക്കുന്ന ആ അപരിമേയ ചൈതന്യത്തിന്റെ കടാക്ഷത്താൽ എപ്പോൾ ആ ജ്ഞാനം ശ്രവണത്താൽ നമ്മളുടെ ഹൃദയത്തിൽ പ്രോജ്വലിപ്പിക്കപ്പെട്ടുവോ അതിന് ശേഷമല്ലാതെ നമുക്ക് ഈ സത്യം ബോധ്യപ്പെടുകയില്ല എന്ന് സാധന പഞ്ചകത്തിലൂടെ ആചാര്യ ഭഗവത്പാദർ നാം ഏവരെയും ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളോട് ശ്രുതിശിരോ വാക്യം സമാകർണ്യത, ഇത് കേൾക്കണം, കേട്ട് കഴിഞ്ഞാലോ പിന്നെ വാക്യാർത്ഥശ്ച വിചാര്യതാം, ജഡത്തെയും ചൈതന്യത്തെയും വേർതിരിക്കുന്ന പ്രക്രിയ നല്ലതുപോലെ വിവേചനം ചെയ്യണം. ചൈതന്യം എങ്ങനെ ജഡവുമായി കലർന്നു നിൽക്കുന്നു, അങ്ങനെ ജഡത്തെ വേർതിരിക്കണം, ചൈതന്യത്തെ വേർതിരിക്കണം. അത് പറഞ്ഞിട്ടുള്ള ഓരോ ഉദാഹരണത്തെയും എങ്ങനെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, എങ്ങനെ അത്ര എളുപ്പമല്ലല്ലോ മാതാജി, ഞങ്ങൾ ചിന്തയെ കാണുന്നുള്ളൂ, ഞങ്ങൾ ശരീരത്തെ കാണുന്നുള്ളൂ, ശരീരത്തിനപ്പുറത്തെ ചൈതന്യത്തെ എങ്ങനെയാ കാണുന്നത്? കേട്ടുവോ? കേട്ടെങ്കിൽ ശ്രവണം ചെയ്തുവോ? ശ്രവണം ചെയ്തുവെങ്കിൽ ഏകാന്തത്തിലിരുന്ന് ഛിന്ന ഭിന്നമാകുന്ന ഈ അസ്ഥി മജ്ജാമാലം മൂത്രം ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന സ്ഥൂല ശരീരത്തെ മാറ്റിയിട്ട് നോക്കണം, ഇതിനെ ഛിന്ന ഭിന്നമാക്കണം, അതിനെ പ്രകാശാത്മകമാക്കിയിരിക്കുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് വിചാരം ചൈതന്യത്തോടു കൂടി ചേരുമ്പോൾ, ജീവഭാവത്തോടു കൂടി ചേരുമ്പോൾ മാത്രമേ പ്രതിബിംബിത ചൈതന്യമായിരിക്കുന്ന ചിദാഭാസനായിരിക്കുന്ന ഞാൻ ദേഹമാണെന്ന ബുദ്ധിക്ക് മാത്രമേ വിചാരം സത്യമാകൂ, അല്ലെങ്കിൽ വിചാരം സത്യമല്ല. അപ്പോൾ വിചാരം സത്യമല്ല എന്ന് ബോധ്യമാകുമ്പോൾ വിചാരം ചാരമായി പോകും, പിന്നെ ശേഷിക്കുന്നത് പ്രകാശമായിരിക്കും, സ്വപ്രകാശ സ്വരൂപമായിരിക്കുന്ന ആനന്ദ ചൈതന്യം. അപ്പോഴ് ദേഹം ഞാനാണെന്ന ബുദ്ധി നഷ്ടമാകും. എത്രയോ കാലമായി അനേക ജന്മ കർമ്മ വാസന ബലം ആലോചിച്ചു നോക്കൂ. ഇനിയും എന്തിന് സമയം നഷ്ടപ്പെടുത്തണം? ആചാര്യ ഭഗവത്പാദരുടെ ആ അരൂപമായിരിക്കുന്ന അദൃശ്യമായിരിക്കുന്ന കരുണാ കടാക്ഷത്തിന്റെ ആനുകൂല്യത്താൽ നാം ഓരോരുത്തരും ശ്രദ്ധയുള്ളവരായിരിക്കണ്ടേ, ഭക്തിയുള്ളവരായിരിക്കണ്ടേ. ആ വാക്യത്തില്
വിശ്വാസമുള്ളവരായിരിക്കണ്ടേ? ആ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി നമ്മള് ഇതിന്റെ ആ അന്തസാരം ഗ്രഹിക്കണം. ഗ്രഹിച്ചിട്ട് വീണ്ടും നേതി പ്രക്രിയയാല് ഓരോന്നിനെയും മാറ്റിയിട്ട് ദേഹത്തില് അഹമ്മതി ഉച്യതാം, ഞാൻ ദേഹമാണ് എന്നുള്ള ബുദ്ധി കളയണം. ബുധജനൈ വാദപരിത്യജ്യതാം, വിവേകികളായിട്ട് ബ്രഹ്മബോധികളായിരിക്കുന്ന ആ സത്യദർശികളുമായിട്ട് വാദത്തിൽ ഏർപ്പെടരുത്. അതിനകത്ത് വളരെ വിശദീകരണം ആവശ്യമുണ്ട്. കാരണം ഈ സത്യദർശികളുടെ വാക്കുമായിട്ട് വാദത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞപ്പോഴ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ്. വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ, ശാസ്ത്രജ്ഞനായിരുന്ന ഒരു സാഹിത്യകാരൻ, പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററി മാതൃഭൂമി സപ്ലിമെന്റ് ആയിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2015 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, ഒരു ഡോക്യുമെന്ററിയും അദ്ദേഹത്തിന്റെ ഒരു ചോദ്യോത്തര സെഷൻ മാതൃഭൂമി പബ്ലിഷ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ശ്രീശങ്കരന്റെ മായാവാദം തെറ്റാണ്. പറയാൻ എന്താണ് അധികാരം എന്ന് പോലും ചിന്തിക്കാതെ ശങ്കര ഭഗവത്പാദരെ വിമർശിക്കുന്ന ആളുകൾ വരുമ്പോൾ നമ്മൾ അത് വായിക്കുക പോലും വരുത്, കേൾക്കുക പോലും വരുത്, പറയുക പോലും വരുത്. കാരണം ബുധജനൈ വാദപരിത്യജ്യതാം എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. ഇതൊന്നും നമ്മളുടെ വിഷയമല്ല. നമ്മളുടെ വിഷയം, നമ്മളുടെ ശ്രദ്ധ സത്യദർശനമാണ്. നമ്മളുടെ വിഷയം വ്യാസ മഹർഷിയാണ്, വസിഷ്ഠനാണ്, ശക്തിയാണ്, അതുപോലെ തന്നെ ഗൗഡപാദാചാര്യരാണ്, ഗോവിന്ദ ഗുരുവാണ്, ശങ്കര ഭഗവത്പാദരാണ്. അങ്ങനെയുള്ള ദർശനങ്ങളാണ് ഭഗവത്ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഒക്കെയാണ്. ബ്രഹ്മസൂത്രത്തിലൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇതെങ്ങനെയാണ് മനനം ചെയ്യേണ്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, ഏതാണ് ശ്രവണത്തിനുള്ള ഗ്രന്ഥങ്ങൾ എന്നൊക്കെ ഗ്രന്ഥത്തിന് പോലും വകഭേദം ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും വളരെ വിശദമായി കടക്കുന്നില്ല. ഈ സാധനയുടെ ഉപരിപ്ലവമായ ഒരു വിശദീകരണം മാത്രമേ നാം നടത്തുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമി പറഞ്ഞിട്ടുണ്ട്, കേട്ടു നിനച്ചിട്ടിരുൾ മാറട്ടെ, കേട്ടറിവച്ചിട്ടറിയട്ടെ, കേട്ടു നിനച്ചിട്ട് ഇരുൾ മാറട്ടെ, കേട്ടറിവറ്റിട്ടറിയട്ടെ. നാട്ടിട്ടില്ല കോവിലിൽ ദൈവം, ഏട്ടിലിരിപ്പതുമില്ലതുകേ. കേട്ടു നിനച്ചിട്ടിരുൾ മാറട്ടെ, കേട്ടറിവറ്റിട്ടറിയട്ടെ. ശ്രവണം ചെയ്ത് അത് മനനം ചെയ്ത് അജ്ഞാന സംശയത്തെ ഒഴിവാക്കി കേട്ടറിവച്ചിട്ട് ആ ശബ്ദങ്ങൾ മുഴുവൻ ഉപശമിച്ചിട്ട് അശബ്ദമായിരിക്കുന്ന സ്വരൂപത്തെ അറിയൂ എന്ന് ആചാര്യൻ ഉദ്ബോധിപ്പിച്ചിട്ട് പരിമിതമായിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും ഉല്ലംഘിക്കുന്നതിനും, പുസ്തകത്തിലല്ല ഈ ജ്ഞാനം ഇരിക്കുന്നത്, മസ്തകത്തിലല്ല ഈ ജ്ഞാനം ഇരിക്കുന്നത്, പിന്നെയോ നീ തന്നെയാണ് ജ്ഞാനസ്വരൂപം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ആ ആചാര്യപാദങ്ങളെ നമുക്ക് സർവാത്മന സമാശ്രയിക്കാം. അതുകൊണ്ട് ആചാര്യൻ തന്നെ പറയുന്നുണ്ട്, വഴിവിട്ടുള്ളവർ ഒരു നാൾ നേർവഴി പിഴ കൂടാതെ തുഴഞ്ഞെന്നാൽ. വഴിവിട്ടുള്ളവർ ഒരു നാൾ നേർവഴി പിഴ കൂടാതെ തുഴഞ്ഞെന്നാൽ. വഴിയൊഴിവാകും വഴിയേ കാണാം, വഴിയൊഴിവാകും വഴിയേ കാണാം, വഴിയിൽ കാൺമവർ കാണില്ല. വഴിവിട്ടുള്ളവർ, അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ശരിയായ പന്ഥാവ് ഏതാണ് എന്ന് ഇന്നുവരെ ബോധ്യപ്പെട്ടിട്ടില്ലാത്തവർ, ആചാര്യ ഭഗവത്പാദരുടെ ശാസ്ത്ര ശ്രവണം സംസിദ്ധമായിട്ടുള്ളവർ ഒരു നാൾ നേർവഴി, വഴിവിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു നാൾ നേർവഴി കിട്ടിയാല്, ആധ്യാത്മിക ശാസ്ത്ര ശ്രവണത്തിന് അവസരം സംസിദ്ധമായാല്, ലഭ്യമായാല്, അത് കരഗതമായാല്, പിന്നെയോ പിഴ കൂടാതെ തുഴഞ്ഞെന്നാൽ. വഴിവിട്ടുള്ളവർ ഒരു നാൾ നേർവഴി പിഴ കൂടാതെ തുഴഞ്ഞെന്നാൽ വഴി ഒഴിവാകും. ഈ ശ്രവണം നിന്നുപോകും, മനനം നിന്നുപോകും.
നിധിധ്യാസം നിന്നുപോകും, ധ്യാനം നിന്നുപോകും, വഴി ഒഴിവാകും, വഴിയേ കാണാം. അത് സഹജമായിട്ട് നിങ്ങൾ പിന്നെ പ്രതീക്ഷിച്ചൊന്നും ഇരിക്കണ്ട. കാലം അമാന്തിക്കില്ല. ദേശകാല നിമിത്തങ്ങൾ അസ്തമിച്ച് വഴിയെ കാണാം, വഴിയിൽ കാണുന്നവർ കാണില്ല. അതായത് ഈ ഇടയ്ക്ക് വെച്ച് ചെറിയ ചെറിയ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലൊന്നും സംഘബദ്ധരായി പോകാതെ, അതിലൊന്നും സമാശ്ലേഷിക്കാതെ ആ ശാസ്ത്രത്തിന്റെ സത്യസാരത്തെ ഗ്രഹണം ചെയ്തുകൊണ്ട് ധ്യാനാത്മകമായി അതിലാഴ്ത്തു മുങ്ങാൻ കഴിയുന്നവർ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും പോലെ ഉപ്പുപാവയെ പോലെയാണ്. ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴമളക്കാൻ പോകുന്നത് പോലെ ഈ പരമമായ സത്യത്തിൽ അഭേദമായി തീരുന്നതിന് കഴിയും. വഴിവിട്ടുള്ളവർ ഒരു നാൾ നേർവഴി പിഴ കൂടാതെ തുടഞ്ഞെന്നാൽ വഴിയൊഴിവാകും, വഴിയെ കാണാം, വഴിയിൽ കാണുന്നവർ കാണില്ല. ഗുരുനാഥൻ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ ഈ വരികൾ ഓർമ്മിച്ചുകൊണ്ട് ശങ്കര ഭഗവത് പാദർ ആ അനവധ്യ സുന്ദരമായിരിക്കുന്ന അനുഗ്രഹ കടാക്ഷം നമ്മളിലേക്ക് എങ്ങനെയാണ് വർഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആ പരമ്പൊരുളായിരിക്കുന്ന അനന്താനന്ദ സ്വരൂപമായിരിക്കുന്ന ആചാര്യ ഭഗവത് പാദരുടെ പാദാരവിന്ദങ്ങളിൽ ഈ വാക്കുകൾ പൂജാ മലരുകളായി അർപ്പിച്ചുകൊണ്ട് സത്യസ്വരൂപമായിരിക്കുന്ന പ്രത്യക്ഷ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ തൃച്ചേവടികളിൽ പൂജാ മലരുകളായി അർപ്പിച്ചുകൊണ്ട് അഭിന്ന സ്വരൂപമായിരിക്കുന്ന ഗുരു സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തത്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ശ്രീശങ്കര സ്മൃതി ഈ വർഷവും സമാചരിക്കുകയാണ്. ശ്രീ ശാന്താനന്ദ മഠം ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ച് ഏപ്രിൽ 19 നടത്തുന്ന ശ്രീശങ്കര സ്മൃതിയുടെ ഭാഗമാകാൻ ആചാര്യപാദരുടെ അനുഗ്രഹ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇനിയും മാനവ ജന്മം നഷ്ടമാക്കരുത്. കൃമികീടങ്ങളായി, പശു, മനുഷ്യ, മൃഗാദികളായി എത്രയോ ജന്മം നഷ്ടമാക്കി ഇനിയും ആചാര്യപാദങ്ങളെ സർവാത്മന സമാശ്രയിക്കാം. ഓ യജ്ഞേന കൽപ്പത. വളരെ സന്തോഷം മാതാജി. ഞാൻ മാതാജിയുടെ വാക്കുകൾ ഇങ്ങനെ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന ചെറിയൊരു ഇത് ഞാൻ മാതാജിയുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതായത് നമ്മൾ മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ച് പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്, അല്ലെ? നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സ്വയം വിശകലനം ചെയ്യാറില്ല. അത് പലപ്പോഴും സാധിക്കുന്നത് ഈ പറയുന്ന യാത്രകളിലായിരിക്കും. ഒരു പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉണ്ടാവാം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു പക്ഷേ സഡൻലി നമ്മൾ ഈ റോഡ് സൈഡിലുള്ള മതിലുകളിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഖുറാനിലെയോ അതല്ലെങ്കിൽ ബൈബിളിലെയോ അതല്ലെങ്കിൽ ഭഗവത്ഗീതയിലെയോ വരികൾ അവിടെ അതിന് മറുപടിയായിട്ട് നമുക്ക് എത്തും. അത് പലപ്പോഴുമായിട്ട് അത് അനുഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ മാതാജിയുടെ ഈ ഒരു മണിക്കൂർ നേരത്തെ ആ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ സ്വയം വിശകലനം ചെയ്യുകയായിരുന്നു. നമ്മുടെ ജീവിതം നമ്മുടെ എങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു. ഞാൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, നമുക്ക് ഏകാദശി അല്ലെങ്കിൽ ഈ വ്രതങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. ഏകാദശി നോക്കുന്നവന് വിഷ്ണുപാദം തന്നെ പോകുമെന്ന് പറയുന്നെങ്കിൽ തന്നെയും മാതാജി പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന പോലെ ദൈവത്തെ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ആഹാരത്തെ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ പറയുന്ന ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിലൊക്കെ നമുക്ക് തോന്നുന്ന നമ്മളെ വിശകലനം ചെയ്യുവാൻ, നമുക്ക് സ്വയം ചിന്തിക്കുവാൻ
നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ. തീർച്ചയായും നമുക്കൊക്കെ അതിനൊരു വഴി തെളിക്കുവാൻ, മനസ്സിനൊരു തെളിച്ചം വരുവാൻ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ആരെങ്കിലും ഒക്കെ എന്തൊക്കെ ചോദിക്കാനുണ്ടെങ്കിലുള്ള സമയമാണ്. 2 മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു മാതാജിയോട്. തമ്പി സാറിനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. ഇല്ല, ഇത്തവണ ക്ലാസ്സിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ തവണ മാതാജി ഞെട്ടിച്ചു കളഞ്ഞ് കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞ് ഞെട്ടിച്ചു. പക്ഷേ കണ്ടീഷനിങ്ങിൻ്റെ ഒരു വ്യാഖ്യാന പ്രാവശ്യം മാതാജി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മറ്റൊരു കാര്യത്തിൽ ഞാനൊന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാതാജി പറഞ്ഞ സാഹിത്യകാരൻ രജുസർപ്പ ദൃഷ്ടാന്തം തെറ്റാണെന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. രജുസർപ്പ ദൃഷ്ടാന്തത്തിലൂടെയാണ് ഇവിടെ എല്ലാം ഈ അദ്വൈത വേദാന്തം സ്ഥാപിച്ചെടുത്തിരിക്കുന്ന എല്ലാവരും. അത് തെറ്റാണ്, അതിന് പോരായ്മകളുണ്ടെന്നും കൂടി ഈ ശാസ്ത്രജ്ഞൻ ഈ സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ടെന്ന് മാതാജി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് മായാവാദം തെറ്റാണെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇതും കൂടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശ്രവണത്തെക്കുറിച്ച് ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞത് ലിസണിങ് എന്നാണ്. അത് ലിസണിങ് നമ്മൾ 2 തരത്തിലാണ് കേൾക്കുന്നത്. കേൾക്കുകയും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ലിസണിങ് ആൻഡ് ഹിയറിങ് എന്നാണ്. അപ്പം ലിസണിങ്ങിനെ കുറിച്ചാണ് ഇപ്രാവശ്യം മാതാജി കുറെ കൂടെ കാര്യമായിട്ട് പറഞ്ഞത്. എങ്ങനെ ഹൗ ടു ലിസൺ ലിസൺ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മനനം ചെയ്യാൻ പറ്റുള്ളൂ. മനനം കഴിഞ്ഞിട്ടല്ലേ നിധിധ്യാസനം പറ്റുള്ളൂ. അപ്പോൾ ഹൗ ടു ലിസൺ ഇത് നമുക്ക് സത്യത്തിൽ അറിയില്ല. ലിസൺ ചെയ്യാൻ നമുക്ക് അറിയില്ല. ഇത് ഒരു സ്കൂളിലും ഒരു കോളേജിലും എങ്ങും ഒരു യൂണിവേഴ്സിറ്റിയിലും ഈ ലിസണിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെ ഒരു സിലബസ് പോലുമില്ല. അതുകൊണ്ട് ഹൗ ടു ലിസൺ എന്നുള്ളതിനെക്കുറിച്ച് മാതാജി ഒന്നുകൂടെ ക്ലാസ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. അതോട് മാതാജിക്ക് ഒരു 100 പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മള് ഒരു പൂർണ്ണമായ ശ്രദ്ധ അതിനകത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ശ്രദ്ധ ആ വർക്കിനെ കൂടുതൽ തേജസ് ഉള്ളതാക്കി തീർന്നു. നമ്മൾ കേൾവി എന്നുള്ള കർമ്മത്തെയാണ് ഇപ്പോൾ പറയുന്നത്. കേൾക്കുക എന്നുള്ളത് പറയുമ്പോൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ഇവിടെ എത്ര പേര് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നോ അവരെല്ലാവരും കേട്ടത് പലതരത്തിലുള്ള ശ്രദ്ധയോടുകൂടിയാണ്. പല കാര്യങ്ങളിലേക്ക് മനസ്സും ബുദ്ധിയും പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതേസമയം ഈ 1 മണിക്കൂർ എനിക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന ശ്രദ്ധയോടുകൂടി ആ ശ്രദ്ധ കേൾക്കുന്ന വേളയില് കേൾക്കുന്ന ആ ശാസ്ത്രസാര ഗ്രഹണത്തിന് സമർത്ഥമായിരിക്കുന്ന ബുദ്ധിയും ഹൃദയവും ചേർത്ത് വെച്ചുകൊണ്ട് ശ്രവണം ചെയ്യുമെങ്കിൽ ആ ശ്രവണം കൂടുതൽ ശ്രേഷ്ഠതരമാക്കി തീർക്കും. അതുപോലെ ഏത് കർമ്മത്തിലും നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമാണെങ്കിൽ, ഏത് കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ ഏകാഗ്രതയോടുകൂടി നമുക്ക് നൽകാൻ കഴിയുമെങ്കിൽ അതിന്റെ ഗ്രഹണ പടുത്വം വർദ്ധിച്ചിരിക്കും. അത് നമ്മൾ ശീലത്തിൽ കൂടി നേടിയെടുക്കേണ്ടത്. യഥാർത്ഥത്തില് നമ്മള് ബുദ്ധിയെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ കേൾക്കുക എന്നുള്ള കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നത് ഇതുവരെ എങ്ങനെയായിരുന്നു ഞാൻ ഇന്നലെ വരെ കേട്ടത്, അത് വെച്ചിട്ട് അതിനെ താരതമ്യം ചെയ്തിട്ട് അതിന്റെ ഏറ്റക്കുറച്ചിലുകളെ മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്ത് പഠിക്കുന്ന കേൾക്കുന്ന ഒരു രീതിയിൽ നിന്നും കേൾക്കുമ്പോൾ കേൾക്കുന്നതിനെ ഫ്രഷ് ആയിട്ട് കേൾക്കുന്ന ഒരു രീതി. ആ കേൾക്കുന്ന രീതി എന്ന് പറഞ്ഞ ഉദാഹരണമായിട്ട് നീ ദേഹമല്ല എന്ന് ഇതുവരെ കേട്ടതുപോലെ ആയിരിക്കരുത് ഇപ്പോൾ കേൾക്കുന്നത്. നീ ദേഹമല്ല എന്ന് കേട്ടാൽ ഹൃദയം കൊണ്ട് ദേഹമല്ല എന്ന് കേൾക്കണം. ത്വം ഹി ബ്രഹ്മ എന്ന് കേട്ടാൽ അനന്ത ചൈതന്യമാണ് എന്ന് ഹൃദയം കൊണ്ട് വളരെ ശ്രദ്ധയോടും സമർപ്പണത്തോടും കേൾക്കുന്ന ഒരു രീതി വരണം. അവിടെ ശ്രദ്ധയുടെ ഒരു തീവ്രത, അതിന്റെ ഡിഗ്രി കൂടിയിരിക്കും. അത് ഫ്രഷ് ആയിട്ട് കേൾക്കുകയും നമ്മൾ ഫ്രഷ് ആയിട്ട് കാണണം. ഏതൊരു വസ്തുവിനെയും, ഒരു പക്ഷിയെ കാണുമ്പോൾ ആ പക്ഷിയെ ഇന്നലെ കണ്ട പക്ഷിയല്ല ഇത്, നമ്മൾ സാധാരണ കാണുന്ന പക്ഷിയല്ല ഇത്,
ഇത് മറ്റൊരു പക്ഷിയാണ് എന്ന് കാണുമ്പോൾ അതിനെ വിലയിരുത്തുന്ന രീതിയിലേക്ക് നമ്മളുടെ മനസ്സും ബുദ്ധിയും ഛിന്ന ഭിന്നമാകും. എന്നാൽ പക്ഷി ഏതുമാകട്ടെ അതിനെ ഫ്രഷ് ആയിട്ട് അപ്പോൾ കാണുന്നത് പോലെ തെളിമയുള്ള ഹൃദയത്തോടു കൂടി അതിനെ അങ്ങനെ കാണുമെങ്കിൽ അത് നമ്മളുടെ ഹൃദയത്തിന് അനുപമമായ ആനന്ദത്തെയും സഹജ നിലയിലേക്കുള്ള ഒരു നിഷ്ഠയുടെ അവസ്ഥയിലേക്കും നമ്മെ പ്രവേശിപ്പിക്കുന്നതിന് കാരണമാകും. ഒരു പുഷ്പത്തെ കണ്ടാൽ അപ്പോൾ കാണുക, അങ്ങനെ കാണുക, ശ്രദ്ധയോട് കാണുക. ഒരു വൃക്ഷത്തെ കണ്ടാൽ ഇപ്പോൾ കാണുക, ഇപ്പോഴുള്ളതുപോലെ കാണുക. അതൊരു സൂക്ഷ്മമായ അനുഷ്ഠാന പദ്ധതി കൂടിയാണ്. അത്ര എളുപ്പമല്ലെങ്കിലും എളുപ്പമാണ്. അപ്പോൾ കേൾക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് ഉപരിപ്ലവമായിട്ടായിരിക്കരുത്, മസ്തിഷ്കം കൊണ്ടാകരുത്, ബുദ്ധി കൊണ്ടാകരുത്, ബാഹ്യമായ കാതുകൾ കൊണ്ടേ ആകരുത്, പിന്നെയോ ഹൃദയം കൊണ്ടാകണം. എങ്ങനെ ഹൃദയം കൊണ്ട് കേൾക്കണം? തന്റെ ഉള്ളിൽ നിന്ന് താൻ കേൾക്കുന്ന സമയത്ത് അനേകം കാര്യങ്ങൾ ഉള്ളിലും കേട്ടുകൊണ്ടിരിക്കുക. അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല. പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു, അതുപോലെ അകമേ നിന്നുള്ള വാസനാപ്രേരിതമായ ശബ്ദങ്ങളും കേൾക്കും. ഒരു വാസനാപ്രേരിതമായിരിക്കുന്ന ശബ്ദങ്ങളെ അബോധത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്മൃതിജന്യങ്ങളായ ശബ്ദങ്ങളെ കേൾക്കാതെ ശ്രദ്ധയോടുകൂടി നാം ഏതാണോ ഉപനിഷത് വാക്യങ്ങളെ, ആധ്യാത്മിക ശാസ്ത്രങ്ങളെ ശ്രദ്ധിക്കുന്നത്, അതിനെ ആ ഭക്തിയോടുകൂടി ശ്രവണം ചെയ്യുമ്പോൾ ശ്രവണം കൂടുതൽ തേജസ് ഉള്ളതായി തീരും. ഇവിടെ വേറൊന്നും വരില്ല. അവിടെ ഇനി ഏത് സാഹിത്യകാരൻ പറഞ്ഞാലും അതൊന്നും നമ്മളുടെ വിഷയമല്ല. ഞാൻ ദുസ്തർക്കാത് സുവിരമ്യതാം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ആ ഒരു സാഹിത്യകാരനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അതുപോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ അങ്ങനെയുള്ള തർക്കത്തിൽ നമ്മൾ ഒരിക്കലും ഏർപ്പെടരുത്. ഒന്നിനെ കുറിച്ച്, ഒരാളെ കുറിച്ച് ഇത് നമ്മളുടെ വിഷയമല്ല. ഉള്ളത് ഉണ്മ മാത്രം. അത് സർവത്ര പൂർണ്ണമായിരിക്കുന്ന ചൈതന്യം മാത്രം. സർവത്ര പൂർണ്ണമായിരിക്കുന്ന ചൈതന്യം മാത്രം. അത് ഞാനില്ല, നീയും അതുപോലെ ഇല്ല, നമ്മൾ രണ്ടുപേരില്ല, ഞാനും നീ ഒന്നാണ് എന്ന് പറയുമ്പോഴുള്ള ആ അനുഭവത്തിന്റെ ആ ഒരു മാധുര്യം, ഞാനും നീ രണ്ടല്ല, ആ അനുഭവ മാധുര്യം എത്ര ഗരിമയുള്ളതാണ്. ആ ഗരിമയുള്ള അനുഭവത്തിന്റെ ആ അനവദ്യമായിരിക്കുന്ന അനുഭൂതിയിലേക്ക് നമുക്ക് ഏവർക്കും ആഴ്ന്നു മുങ്ങാൻ കഴിയണം. അങ്ങനെ ശ്രവണം കൂടുതൽ ശ്രേഷ്ഠതരമാക്കി തീർക്കാം. ഒരു കാര്യം കൂടി അതിന് മാതാജി, ശ്രദ്ധ എന്ന് പറയുന്ന അലർട്ടിനെയാണോ പറയുന്നത്? അലർട്ട്നെസ് ആണോ? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ സാ ശ്രദ്ധ. ശ്രദ്ധയ്ക്ക് നിർവചനം ആചാര്യ ഭഗവത്പാദര് പലയിടങ്ങളില് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം. ഗുരു പറഞ്ഞ അത് വേദവാണിയാണ്. ഗുരു സാക്ഷാത് ബ്രഹ്മമാണ്, അത് വേദവാണിയാണ്. അതിന് തിരിച്ചൊരു ചോദ്യമില്ല, അത് അപ്പടി അതുപോലെ ഉൾക്കൊള്ളുക എന്നുള്ള. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തത് പാതുകാ സേവ്യത. ഗുരുവിന്റെ പാതുകങ്ങൾ എന്ന് പറയുന്നത് ഗുരുവിനെ എത്ര കാലം സേവിച്ചാലും മതിയാകാത്ത പാതുകങ്ങൾ. അതിന് ഏതെല്ലാം തരത്തിലുള്ള വെയർ ആൻഡ് ടിയർ ഉണ്ടായാലും യാതൊരു പരാതിയും ഇല്ലാതെ ഗുരുവിനെ സേവിക്കുന്ന പാതുകങ്ങളെ നമ്മൾ പ്രതിദിനം തത്പാതുകാ സേവ്യത എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗുരുവിന്റെ പാതുകങ്ങളെ സേവിക്കുന്നവരായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ശ്രദ്ധയുടെ ആ തീവ്രത എത്രമാത്രം ആയിരിക്കണം? കേട്ടാ പിന്നെ മൗനമായിരുന്ന് കേൾക്കുക, അത്രേ ഉള്ളൂ. അവിടെയാണ് അതിന്റെ ആ ഒരു ഭക്തിയുടെ, ശ്രദ്ധയുടെ അനിവാര്യത എന്ന് പറയുന്നത്. അവിടെയാണ് അതിന്റെ ശ്രേഷ്ഠത്വം നിലനിൽക്കുന്നത്. ശ്രദ്ധ, ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം, ഇതാണ് അതിന്റെ നിർവചനം. അലർട്ട് വേണ്ടേ? അലർട്ടായിരിക്കണ്ടേ? അലേർട്ട്നെസ് എന്നൊക്കെ പറയുന്നത് ഒരു ബോധത്തിന്റെ വിഭിന്ന തരത്തിലുള്ള തരതമ ഭേദം അനുസരിച്ച് നമുക്ക് അതിനെ പറയാം. അതായത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ബട്ട് ശ്രദ്ധ എന്ന് പറയുന്നത് അതിനങ്ങേപ്പുറത്ത് ഹൃദയത്തിന്റെ ഒരു പ്രക്രിയയായിട്ട് വളർന്നു വലുതാകുമ്പോൾ മാത്രമേ അത് ശ്രദ്ധയാകും. ഉണർവിൽ ഉണർവ് എന്ന് പറയാം. സാധാരണ ഉണർവല്ല, ബുദ്ധിയുടെ ഉണർവല്ല, മനസ്സിന്റെ ഏകാഗ്രതയല്ല, അതിനും അങ്ങേപ്പുറത്തേക്ക് ആ ആത്മാവിന്റെ ചൈതന്യം ബുദ്ധിയിലും മനസ്സിലും സന്നിവേശിപ്പിച്ചുകൊണ്ട് കേൾക്കുന്ന ഒരു ശ്രദ്ധ. വേറൊന്നും ആവശ്യമില്ല. വിഷയങ്ങൾ അസത്യമാണ്, നാമരൂപാത്മകമായിരിക്കുന്ന ജഡം മായയാണ്. എങ്ങനെ? നമ്മൾ സ്ക്രീനിൽ കണ്ട കഥാപാത്രങ്ങളെ പോലെ അസത്യമാണ്. അപ്പൊ അത് അസത്യമാണ്, ഉള്ളത് ഞാനാണ്, ഞാനാണ് വീക്ഷിക്കുന്നത്,
വീക്ഷിക്കുന്ന ഞാൻ ആ അയഥാർത്ഥമായിരിക്കുന്ന അൺറിയൽ എൻറ്റിറ്റിയുമായി ചേർന്നപ്പോഴാണ് തനിക്ക് കരച്ചിൽ വന്നത്, തനിക്ക് ഭയം വന്നത്. അതുപോലെ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ഞാൻ മനസ്സും ബുദ്ധിയും ദേഹവുമായി ചേർന്നപ്പോഴാണ് തനിക്ക് വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ അലേർട്ട്നെസ് എന്ന് പറയുന്നത് ബോധതലമോ ബോധ മനസ്സോ ഉപബോധ മനസ്സോ അല്ല. ഉപബോധ മനസ്സിന്റെ ഇല്ലായ്മയിൽ ബോധ മനസ്സിന്റെ പൂർണ്ണത ശ്രദ്ധയോടുകൂടി ചേരുമ്പോൾ അലേർട്ട്നെസ് എന്ന് വ്യാഖ്യാനിക്കണം. ഗംഭീര നിർവചനം മാതാജി. പക്ഷെ ഒരു കാര്യമാണ് മാതാജി മുമ്പേ പറഞ്ഞ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എല്ലാത്തിനെയും നാമരൂപങ്ങളിലൂടെ അല്ലേ അറിയാൻ ശ്രമിക്കുന്നത്. അതൊരു കണ്ടീഷനിങ് അല്ലേ? ആ കണ്ടീഷനിങ് എങ്ങനെ വിമുക്തി നേടാൻ പറ്റും? വിമുക്തി നേടാതെ കണ്ടീഷനിങ് ആയാലും കണ്ടീഷനിങ് അപ്പാരന്റ് കണ്ടീഷനിങ് ആൻഡ് ഈ നമ്മളുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് രണ്ട് തരത്തില് സൈക്കോളജിസ്റ്റ് നിർവചിച്ചിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് അപ്പാരന്റ് കണ്ടീഷനിങ് ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് രണ്ട് തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള അത് നായയുടെ ഉദാഹരണങ്ങൾ ചേർത്തിട്ട് ബെല്ലടിക്കുമ്പോൾ നായക്ക് ഭക്ഷണം കൊടുത്തു, അപ്പോൾ അതറിയാലോ. അപ്പൊ അത് അപ്പാരന്റ് ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വെച്ചിട്ട് മനുഷ്യരെല്ലാം എപ്പോഴും കണ്ടീഷൻഡ് ആണ്, റിഫ്ലെക്സസിനോട് കണ്ടീഷൻഡ് ആണ്. അത് മനസ്സിന്റെയും ബുദ്ധിയുടെയും വാസനാ ബലമെന്ന് നമ്മൾ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയും. ഇതാണ് നമ്മളൊരു ടാപ്പ് വാട്ടറിന്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഈ വാസനാ ബലത്തിൽ നിന്നും മോചനം നേടണമെങ്കിൽ എന്ത് വേണം? അഹരഹ, വീണ്ടും വീണ്ടും ബ്രഹ്മാസ്മീതി വിഭാവ്യത, ഗർവപരിത്യജ്യത, ദേഹേ അഹമ്മതി ഉജ്യത. ദേഹത്തില് ഞാൻ ദേഹമാണ് എന്നുള്ള ബുദ്ധി മാറ്റണം, ഗർവില്ലാതാക്കണം. വീണ്ടും വീണ്ടും ആ അനന്തമായിരിക്കുന്ന ആനന്ദത്തിന്റെ ഉറവിടത്തിലേക്ക് അഭേദ്യമായി തീരുന്നതിന് എങ്ങനെ ഒരു കുമിള സമുദ്രത്തിന്റെ അഭേദ്യ ഭാഗമായി തീരുന്നുവോ അതിനെ ശ്രദ്ധിച്ച് നിരന്തരം ബ്രഹ്മാസ്മീതി വിഭാവ്യത. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത് ഭാവന തന്നെ പരിഭ്രമമേകും ഭാവനദാന അഭയപ്രദവും. ഭാവന ചെയ്യുക. എങ്ങനെ? ഓ, ഞാൻ ദുഃഖിയാണ്, ഞാൻ സുഖിയാണ്. എപ്പോഴെപ്പോൾ ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്ന് വരുന്നുവോ അപ്പോൾ ജഡവും ചൈതന്യവും കലർന്നു നിൽക്കുന്ന ആ അവസ്ഥയെ നോക്കിക്കാണണം. എന്നിട്ട് ചൈതന്യത്തെ വേർതിരിക്കണം. എന്നിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ഭാവന ചെയ്യണം. ഇങ്ങനെ ഭാവന ചെയ്ത് ഭാവന ഇല്ലാതാകുമ്പോൾ നിലനിൽക്കുന്നത് അഭാവ ഭാവന, അഭേദ കൽപ്പന, ഭവാബ്ധി നീന്താൻ അഭികാമ്യം. അതാണ് പൂർണ്ണാനുഭവം. ഏട്ടൻ സാറ് പറഞ്ഞു സാഷ്ടാംഗ പ്രണാമം എന്നേ പറയാനുള്ളൂ. അപ്പം സ്വാമിനിയുടെ ഇന്നത്തെ ക്ലാസ്സും വളരെ ഗംഭീരമായിരുന്നു. തമ്പി സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരവുമായിട്ട് അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു. പിന്നെ എന്തെങ്കിലും ചോദിക്കണമെന്ന് ജ്യോതിഷ് പറഞ്ഞാൽ ബുധജനൈ വാദപരിത്യജ്യഃ എന്ന് പറഞ്ഞ് നിർത്തിയാണ് സ്വാമിനി നിർത്തിയത്. ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞത് ദുസ്തർക്കങ്ങളൊന്നുമില്ലാതെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി സമർപ്പണഭാവത്തോടുകൂടി ഉപാസനയായി കണ്ടുകൊണ്ട് അല്ലേ അങ്ങനെ ചെയ്യണം. എങ്ങനെ ഈ ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനനം ചെയ്യണം എന്ന് പറഞ്ഞു. ഏകാന്ത ഭക്തിയോടുകൂടി ഏകാന്തമായി മനനം ചെയ്ത് ദേഹബുദ്ധി ഇല്ലാതെ ഇരുന്ന് ഏകാന്ത മനനം ചെയ്തുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടണം എന്ന് സ്വാമിനി പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഇപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായി പാതാരവിന്ദങ്ങൾ സാഷ്ടാംഗ പ്രണാമം. ജയശങ്കര 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 ജയശങ്കര. വളരെ സന്തോഷം ജയേട്ടാ. നമുക്കിന്ന് ജയശങ്കര മാതാജിയുടെ വാക്കുകൾ കേൾക്കുമ്പോ കഴിയുന്നത്ര ദിനവും ഓർമ്മിക്കാറുണ്ട്. എന്താ ഭദ്രം കർണേഭി ശൃണുയാമദേവ. ആ ഓമനത്തുള്ള മുഖം കാണുമ്പോൾ ഓരോ വാക്കുകളല്ല ഓരോ അക്ഷരങ്ങളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് ഇറങ്ങുകയാണ്. സൗമ്യമായ സന്തോഷമായ പൂർണ്ണ തൃപ്തിയോടുള്ള ആ വാക്കുകൾ, എന്താ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വാക്കുകൾ പലപ്പോഴും നമ്മളെ ഭക്തിയുടെ ആർദ്രതയിലേക്ക് നയിക്കുകയാണ്. ഇപ്പോൾ സ്വാമിനി പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത് ഭാരതപ്പുഴയിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. അതിലൂടെ പലപ്പോഴും നമ്മൾ ട്രെയിനിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകാറുണ്ട്.
അപ്പൊ വിശാലമായ ഭാരതപ്പുഴ കാണുമ്പോൾ മനസ്സിൽ എന്തൊക്കെയോ വികാരങ്ങളാണ്. എനിക്ക് തോന്നുന്നു എം.ടിയുടെ വാക്കുകളിലൂടെ ഞാൻ ഉൾക്കൊണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വിശാലമായ അതിന് പറയാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോ മാഘമാസത്തിലെ ഇപ്പൊ യജ്ഞപടം പോയപ്പോ അപ്പോഴാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ആ ഭാരതപ്പുഴയിലെ പോയോ ജയശങ്കര കേൾക്കാമോ? കേൾക്കാം 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 കേൾക്കാം, തുറന്നോളൂ. ജയശങ്കര. വാമനേട്ടൻ തുടർന്നോളൂ, കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണ് തോന്നുന്നുണ്ട്. നമുക്കൊപ്പം ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായി ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും ശ്രദ്ധയ്ക്കായിട്ട് മാതാജി സൂചിപ്പിച്ചിരുന്നു, അടുത്ത മാസം, അതായത് ഏപ്രിൽ മാസം 18-ാം തീയതി 21-നാണ് ശ്രീശങ്കര ജയന്തി വരുന്നത്. ഏപ്രിൽ 19-ന് ജ്യോതിഷം ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഏപ്രിൽ 19. ഏപ്രിൽ 21-നാണ് ശരിക്കും ശ്രീശങ്കര ജയന്തി. അതുള്ളത് ഏപ്രിൽ 19-ന് മാതാജിയുടെ ആശ്രമത്തിൽ വെച്ച് ശ്രീ ശാന്താനന്ദ ജ്ഞാന സാധനാലയത്തിൽ വെച്ച് കൊണ്ടാടുകയാണ്. ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് എല്ലാവരെയും നേരിൽ കാണാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ജഗദീശന്റെ കാരുണ്യകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ലോകാ സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.